എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഓം ശ്രീ ഗുരുഭ്യോ നമ, ഓം ശ്രീ ഋഷിഭ്യോ നമ, ഓം ശ്രീ പരമഋഷിഭ്യോ നമ, ഓം ശ്രീ പരാശക്തിയേ നമ. ഋഗ്വേദം 1-ാം അധ്യായത്തിൽ 178-ാമത്തെ മന്ത്രമാണ് പറയാൻ വേണ്ടി പോകുന്നത്. യോ രേവാൻ യോ അമീവഹ വസുവിത് പുഷ്ടിവർദ്ധന നക്ഷി ന സ നസിക്ഷക്തു യസ്തുര ന സ നസിക്തക്സു യക്ഷ്വര. യോ രേവാൻ യോ അമീവഹ വസുവിത് പുഷ്ടിവർദ്ധന സ നസിഷക്തു യസ്തുര. അന്വയം: യ രേവാൻ യ ച അമീവ ഹ വസുവിൽ പുഷ്ടിവർദ്ധന യ ച സ നസിസക്തു. അതാണ് അന്വയം. തുര സ ബ്രഹ്മണസ്പതി ന സിസക്തു. അനുഗ്രഹിക്കുമാറാകട്ടെ, ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. യ രേവാൻ ഐശ്വര്യവാനായിട്ടുള്ള, അമീവഹ രോഗഹന്താവ്, യ തുര ക്ഷിപ്രബലതായി, സിസക്തു അനുഗ്രഹിക്കുമാറാകട്ടെ. അർത്ഥം: ബ്രഹ്മണസ്പതി ഐശ്വര്യപൂർണനും രോഗഹന്താവും ധനദാതാവും വീര്യവും ബലവും വർദ്ധിപ്പിക്കുന്നവനും ഉപാസകന്മാർക്ക് ക്ഷിപ്രബലപ്രദായിയും ആണ്. അങ്ങനെയുള്ള ബ്രഹ്മണസ്പതി ഞങ്ങളെ പൂർണ്ണമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ബ്രഹ്മണസ്പതിയെ ഉപാസിക്കുകയാണ് ചെയ്യുന്നത്. എന്താണ് കാരണം? ബ്രഹ്മണസ്പതി ഐശ്വര്യപൂർണനും രോഗഹന്താവും ധനദാതാവുമാണ്. രോഗഹന്താവും സർവ്വ ഐശ്വര്യങ്ങൾ നൽകുന്നവനും അതുപോലെ തന്നെ വീര്യവും ബലവും വർദ്ധിപ്പിക്കുന്നവനും ഉപാസകന്മാർക്ക് ക്ഷിപ്രഫലദായിയാണ്. ഉപാസകന്മാരുടെ സ്തുതികളിലും സമർപ്പണങ്ങളിലും സന്തോഷിച്ചിട്ട് അതിവേഗം തന്നെ അവരെ അനുഗ്രഹിച്ച് അവർക്ക് ഉദ്ദിഷ്ടമായ ഫലത്തെ പ്രാപിപ്പിച്ചു കൊടുക്കുന്നവനാണ് ബ്രഹ്മണസ്പതി. അങ്ങനെയുള്ള ബ്രഹ്മണസ്പതി ഞങ്ങളെ പൂർണ്ണമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്നാണ് ഈ മന്ത്രത്തിൽ ഋഷി ആഗ്രഹിക്കുന്നത്. ഈ രംഗം ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും കാണാം. നമസ്കാരം.